ആലപ്പുഴയിലെ 8 പഞ്ചായത്തുകളിലും കോട്ടയത്തെ 3 വാർഡുകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സാധാരണഗതിയിലെ എല്ലാ സമയത്തും ഈ ക്രിസ്മസ് കാലം ആകുമ്പോൾ ഇത്തരം പക്ഷിപ്പനി പോലുള്ള രോഗങ്ങൾ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് രോഗബാധ. താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് കാത്തിരുന്ന കുട്ടനാടൻ കർഷകർക്ക് കനത്ത പ്രഹരമായി ആലപ്പുഴയിലും കോട്ടയത്തും വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി, ചെറുതന, കരുവറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് എന്നീ 8 പഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ 4 വാർഡുകളിലുമാണ് നിലവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ അയച്ച സാമ്പിളുകളുടെ ഫലം പോസിറ്റീവ് ആയതോടെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകളെയും കോഴികളെയും മറ്റു വളർത്തുപക്ഷികളെയും അടിയന്തരമായി കൊന്നുകളയുവാൻ മൃഗസംരക്ഷണ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണയായി എല്ലാ വർഷവും ക്രിസ്മസ് കാലത്തോടനുബന്ധിച്ച് കുട്ടനാട് മേഖലയിൽ പക്ഷിപ്പനി കണ്ടുവരാറുണ്ടെങ്കിലും ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം പടർന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. നെടുമുടിയിൽ കോഴികൾക്കും മറ്റു പഞ്ചായത്തുകളിൽ താറാവുകൾക്കുമാണ് രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. രോഗം പടരാതിരിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭൂതകർമ്മ സേനയെ വിന്യസിപ്പിച്ചു കഴിഞ്ഞു. പക്ഷികളെ കൊന്നൊടുക്കിയ ശേഷം അവയെ ശാസ്ത്രീയമായി മറവ് ചെയ്യുവാനും പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കനത്ത നഷ്ടം നേരിടുന്ന കർഷകർക്ക് ധനസഹായം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്നും സൂചനയുണ്ട്.